നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്നഹു യുഖാലു ലിൽ വിൽദാനി യൗമൽ ഖിയാമ ഉദ്ഖുലു അൽ ജന്ന. മുസ്ലിമീങ്ങളുടെ കുട്ടികളോട്, ചെറുപ്രായത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയ, ചെറിയ പ്രായത്തിൽ തന്നെ മരണപ്പെട്ടു പോയ മുസ്ലിമീങ്ങളുടെ കുട്ടികളോട് നാളെ ഖിയാമത്ത് നാളിൽ പറയപ്പെടും, ഉദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയും. അപ്പോൾ ആ കുട്ടികൾ പറയും, ഫയഖൂലൂന യാ റബ്ബി ഹത്താ യദ്ഖുല ആബാഉനാ വ ഉമ്മഹാതുനാ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാവും പിതാവും അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് വരെയെങ്കിലും ഞങ്ങൾക്ക് സമയം തരണം. അഥവാ മാതാപിതാക്കളോടൊപ്പം അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണം. അവർ പ്രവേശിക്കുന്നത് വരെ ഇവരും സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ നിരസിക്കും എന്ന രീതിയിൽ അവർ പറയും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, മാലി അറാഹും മുഹ്ബൻതീൻ, ഞാൻ അവരെ, നിങ്ങളുടെ മാതാപിതാക്കളെ നഷ്ടക്കാരായി കണ്ടല്ലാതെ കാണുന്നില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുക. എന്നിട്ട് വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയും, ഉദ്ഖുലുൽ ജന്ന. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. വീണ്ടും അവർ പറയും, യാ റബ്ബി ആബാഉന വ ഉമ്മഹാതുന, അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, അവരുടെ കാര്യം പരിഗണിക്കണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവർ ആവശ്യപ്പെടും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഫയഖൂലു ഉദ്ഖുലുൽ ജന്നത അൻതും വ ആബാഉകും, നിങ്ങളും നിങ്ങളുടെ മാതാപിതാക്കളും സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന് ആ കുട്ടികളോട് പറയപ്പെടും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ചിലപ്പോൾ നമ്മളിൽ പലർക്കും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടായേക്കാം. നമ്മളുടെ ചെറിയ മക്കൾ ചെറുപ്രായത്തിൽ ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായേക്കാം. സഹോദരങ്ങളെ, ഈ ഒരു ഹദീസിന്റെ വെളിച്ചത്തിൽ നമ്മൾ സമാധാനിക്കുക. നാളെ പരലോകത്ത് ഖിയാമത്ത് നാളിൽ നമുക്ക് ഉപകരിക്കും. നാളെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഇതൊരു കാരണമാകും എന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കുക. അങ്ങനെ നമുക്ക് സംഭവിച്ചിട്ടില്ല എങ്കിൽ, ഇനി നമുക്കങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഈ ഹദീസ് ഓർത്തുകൊണ്ട് നമുക്ക് എന്തു ചെയ്യാം? സമാധാനിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നാളെ ഖിയാമത്ത് നാളിൽ ആ മക്കൾ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ ഒരു കാരണമാകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മാത വലദുൽ അബ്ദി ഖാല അല്ലാഹു ലിൽ മലായിക. ഒരു വ്യക്തിയുടെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമയുടെ ഒരു കുട്ടി, അവനുണ്ടായ കുഞ്ഞ്, ആ കുഞ്ഞ് മരണപ്പെട്ടു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രയാസമാണ്. തനിക്കുണ്ടായ, താനേറെ സ്നേഹിക്കുന്ന തൻ്റെ മകൻ അതല്ലെങ്കിൽ മകൾ, അവരുടെ വേർപാട് വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് വല്ലാത്ത പ്രയാസമാണ്, വല്ലാത്ത പരീക്ഷണമാണ്. അങ്ങനെ ഒരു വ്യക്തിയുടെ കുഞ്ഞ് അത് മരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മലായികത്തുകളോട് പറയും, ഖബൽതും വലദ അബ്ദി, നിങ്ങൾ എൻ്റെ അടിമയുടെ കുട്ടിയെ പിടിച്ചല്ലേ? റൂഹ് പിടിക്കാൻ പോകുന്ന ആ മലക്കുകൾ, മലക്കുൽ മൗത്തും അതുപോലെ തന്നെ അവൻ്റെ കൂടെയുള്ള ആ മലക്കുൽ മൗത്തിന്റെ കൂടെയുള്ള മറ്റ് മലക്കുകളും, അവരോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്, നിങ്ങൾ എൻ്റെ അടിമയുടെ മകനെ അതല്ലെങ്കിൽ മകളെ പിടിച്ചുവല്ലേ? മലായികത്ത് പറയും, നഅം. ഫയഖൂലൂന നഅം, അവർ പറയും, അതെ അല്ലാഹുവേ, ഞങ്ങൾ അവൻ്റെ മകനെ പിടിച്ചിരിക്കുന്നു അതല്ലെങ്കിൽ മകളെ പിടിച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ചോദിക്കും, ഫയഖൂലു ഖബൽതും സമറത ഫുആദിഹി, അവൻ്റെ ഹൃദയത്തിന്റെ കഷ്ണത്തെ നിങ്ങൾ എടുത്തു കളഞ്ഞല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. മലക്കുകൾ പറയും, അതെ, ഞങ്ങൾ അദ്ദേഹത്തിന്റെ കുട്ടിയെ പിടിച്ചിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കും, ഫയഖൂലു മാദാ ഖാല അബ്ദി, അപ്പോൾ ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ കുട്ടിയെ നഷ്ടപ്പെട്ട ഈ വേളയിൽ അതിന്റെ പ്രതിഫലനമായി കൊണ്ട് എൻ്റെ അടിമ എന്താണ് പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അപ്പോൾ മലക്കുകൾ പറയും, ഫയഖൂലൂന ഹമിദക വസ്തർജഅ, അല്ലാഹുവേ, നിന്റെ അടിമ അവൻ നിന്നെ സ്തുതിച്ചിരിക്കുന്നു, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിരിക്കുന്നു. വസ്തർജഅ, എന്നിട്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഫയഖൂലു അല്ലാഹു ഇബ്നു ലി അബ്ദി ബൈതൻ ഫിൽ ജന്നതി വസമ്മൂഹു ബൈത്തൽ ഹംദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഈ ക്ഷമിച്ച ഈ വ്യക്തിക്ക്
സ്വർഗത്തിൽ ഒരു ഭവനം ഉണ്ടാക്കി കൊടുക്കുക, ആ ഭവനത്തിന് ബൈത്തുൽ ഹംദ് എന്ന് നിങ്ങൾ പേരിടുകയും ചെയ്ത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സഹോദരങ്ങൾ, ഈ ദുനിയാവിൽ നമ്മളെ ബാധിച്ചേക്കാവുന്ന ഏറ്റവും വലിയൊരു പ്രയാസമാണ്, പരീക്ഷണമാണ് നമ്മളുടെ മക്കൾ നഷ്ടപ്പെടുക എന്നുള്ളത്. ആ മക്കൾ നഷ്ടപ്പെടുന്ന സന്ദർഭത്തിൽ ക്ഷമിച്ച് അൽഹംദുലില്ലാ എന്ന് പറയാൻ സാധിക്കണം. അങ്ങനെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് നമുക്ക് പറയാൻ സാധിച്ചുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുക്കി വെക്കുന്ന പ്രതിഫലമാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ക്ഷമ, അതിന് വളരെ ഫളലുണ്ട്, വളരെ വലിയ പദവി ഇസ്ലാമിലുണ്ട്. ഇങ്ങനെ ക്ഷമിക്കുന്ന ആളുകളോടൊപ്പം ഉൾപ്പെടുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ക്ഷമ അവലംബിക്കുന്ന ആളുകളിൽ, അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ ക്ഷമയോടുകൂടി അള്ളാഹുവിലുള്ള തൃപ്തിയോടുകൂടി ജീവിക്കുന്ന ആളുകളിൽ ഉൾപ്പെടുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സാന്ദർഭികമായ ഒരു കഥ ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ അബൂ തൽഹ അൽ അൻസാരി റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയായ ഉമ്മു സുലൈം ബിൻത് മിൽഹാൻ, ഇവർ രണ്ടുപേരുമായി ബന്ധപ്പെട്ട ഒരു കഥ കാണുവാൻ സാധിക്കും. അബൂ തൽഹ അൽ അൻസാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിനൊരു മകനുണ്ടായിരുന്നു. ആ മകനെ ഒരു രോഗം ബാധിക്കുകയും അബൂ തൽഹ അൽ അൻസാരി റളിയല്ലാഹു അൻഹു ആ രോഗം ബാധിച്ച ദിവസം വീട്ടിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം തിരിച്ചു വരുന്ന സന്ദർഭത്തിലേക്ക്, ആ സമയം എത്തുമ്പോഴേക്ക് അദ്ദേഹത്തിന്റെ മകൻ മരണപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ ഉമ്മു സുലൈം, അവർ ഈ മരണവാർത്ത അബൂ തൽഹ അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ അറിയിച്ചില്ല. അങ്ങനെ അദ്ദേഹം വരികയും തന്റെ മകനെ ചോദിക്കുകയും ചെയ്തു. ഉമ്മു സുലൈം പറഞ്ഞു, മകൻ അവിടെയുണ്ട്. എന്നിട്ട് അബൂ തൽഹ അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന് രാത്രി ഭക്ഷണം എടുത്തു കൊടുത്തു. എന്നിട്ട് ആ ഭാര്യ അബൂ തൽഹ അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന് വേണ്ടി വളരെ ഭംഗിയായി ഒരുങ്ങുകയും, മുൻപ് ഒരുങ്ങാത്ത രൂപത്തിൽ ഭംഗിയായി ഒരുങ്ങുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്തു. ഭക്ഷണം കഴിഞ്ഞ് ഒരു ഭാര്യയും അതുപോലെ തന്നെ ഭർത്താവും തമ്മിൽ നടക്കേണ്ടതെല്ലാം അവിടെ നടന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭാര്യ അദ്ദേഹത്തിനോട് പറഞ്ഞു, കുറച്ച് ആളുകൾ അവർ എന്തെങ്കിലും ഒരു സാധനം ഒരു വീട്ടുകാരുടെ അടുത്ത് ഏൽപ്പിച്ചാൽ അത് പിന്നീട് അവർ ചോദിക്കുകയാണെങ്കിൽ അത് തിരിച്ചു കൊടുക്കേണ്ടതില്ലേ? അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അവർ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ച കാര്യം അവർ ചോദിക്കുകയാണെങ്കിൽ തിരിച്ചു കൊടുക്കണം. അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു, അപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന നമ്മളുടെ മകനെ തിരിച്ചു വിളിച്ചിരിക്കുന്നു, മരണം. അത് അബൂ തൽഹ അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ ആ ഭാര്യ അറിയിക്കുകയുണ്ടായി. അപ്പോൾ അബൂ തൽഹ റളിയല്ലാഹു അൻഹു വളരെ കോപിഷ്ഠനായി. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകൻ മരിച്ചെടുക്കുമ്പോഴാണോ നീ എനിക്ക് വേണ്ടി ഒരുങ്ങുകയും നമ്മൾ ഇപ്രകാരമെല്ലാം പ്രവർത്തിക്കുകയും ചെയ്തത്? അദ്ദേഹം ദേഷ്യം അടക്കി പിടിക്കാനാകാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോവുകയും ഈ കാര്യം പറയുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അല്ലാഹുമ്മ ബാരിക് ലൈലതഹുമ, അത്തരത്തിൽ അവർക്ക് ആ രാത്രിയിൽ ബർക്കത്ത് കൊടുക്കണം എന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി. പിന്നീട് ഉമ്മു സുലൈം അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ, അവർ ഗർഭിണിയാകുകയും ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തു. ആ ആൺകുഞ്ഞിന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പേരിടുകയും പിന്നീട് ആ ആൺകുഞ്ഞിൽ നിന്ന് ധാരാളം മക്കളുണ്ടാകുകയും അവരെല്ലാം ഖുർആൻ പഠിച്ച രൂപത്തിലേക്ക് മാറുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്പോൾ സഹാബികൾക്കുണ്ടായിരുന്ന തവക്കുൽ, അവർക്കുണ്ടായിരുന്ന ക്ഷമ, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് രൂപത്തിലാണ് അവലംബിച്ചിരുന്നത് എന്നെല്ലാം ഈ ഒരു ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവർ തവക്കുൽ ചെയ്തതുപോലെ, അവർ ക്ഷമിച്ചതുപോലെ, അവർ അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിച്ചതുപോലെ പ്രതീക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയാണെങ്കിൽ അവർ പോകുന്ന സ്വർഗത്തിലേക്ക്, അവർ നടന്ന പാതയിലൂടെ നമുക്ക് നടക്കുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.